ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. നാളെ തിരുവാതിരയാണ്. അപ്പോൾ നമ്മൾ കൂവപ്പൊടി വിരകിയതാണ് കാണിക്കണത് കേട്ടോ. തിരുവാതിരയാണ്, ധനുമാസത്തിലെ തിരുവാതിര. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ചൊവ്വല്ലൂർ അമ്പലത്തിൽ പോയിരുന്നു. അപ്പോൾ ചൊവ്വല്ലൂർ അമ്പലത്തിൻ്റെ അവിടെ പെണ്ണുങ്ങളിരുന്ന് വിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അത് നല്ല പൊടിയാണെന്ന് തോന്നുന്നുണ്ട്. 2 അച്ച് ശർക്കര ഇത് അലിയിച്ചെടുത്തതാണ് കേട്ടോ. നമ്മൾ വെള്ളത്തിലിട്ട് ഇതിനൊരു പാത്രത്തോളം കൂവപ്പൊടി ഉണ്ട്. അപ്പോൾ ഒരു 3 പാത്രം ഇതിന് നമ്മൾ വെള്ളം ചേർക്കണതിൽ 3-4 പാത്രം. ശർക്കരപ്പാനിയിൽ നമ്മൾക്ക് പൊടി കലക്കിയെടുക്കാം. അപ്പോൾ തിരുവാതിരയ്ക്ക് നമ്മൾ കൂവപ്പൊടി തന്നെയാണ് പ്രധാനമായിട്ട് വിരകുക കേട്ടോ. പിന്നെ നമ്മൾ ഗോതമ്പ് ചോറ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കും, പുഴുക്കുണ്ടാക്കും, കഞ്ഞിക്ക് കഴിക്കാനായിട്ട്. അപ്പം നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒരു 2 അച്ച് വെല്ലമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം ടൈപ്പിലുള്ള 2 അച്ച് വെല്ലം ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കൂവപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൽ ഞാനത് ടിന്നിന്ന് കൂവപ്പൊടി എടുത്ത കയ്യിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്കിതിൽ ഒരു അരപ്പാത്രം വെള്ളവും കൂടി ഇതിൽ ഒഴിക്കുക. ഇതിലൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ മധുരമല്ല ചേർത്ത്, നുള്ളു ഉപ്പ് ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ടയൊന്നും പാടില്ല കേട്ടോ. നന്നായി ഇളക്കി ഇതുപോലെ എടുക്കണം. ഈ കലക്കി വെച്ചത് ഇതിൽ വെച്ച് കൊടുക്കുക. അടുപ്പത്ത് വെച്ചാൽ എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് പോവരുത്. അടുപ്പത്ത് വെച്ചാൽ അപ്പത്തെ തുടങ്ങി നമ്മൾ കൈ എടുക്കാതെ ഇളക്കണം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. കുറവ് വേണമെങ്കിൽ കുറവിടുക, കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടുക. ഞാനിപ്പോൾ ഒരു മീഡിയം ടൈപ്പിലാണ് മധുരം ഇട്ടിട്ടുള്ളൂ. പിന്നെ ഈ കൂവപ്പൊടി ചിലവർ വീട്ടിലും ഉണ്ടാക്കും. കൂവ നട്ടിട്ട് അതിൻ്റെ കിഴങ്ങ് ഇടിച്ച് പിഴിഞ്ഞ് ഇങ്ങനെ ഊറാനായിട്ട് വയ്ക്കും. ഇങ്ങനെ അടിയിൽ പൊടി വരും. അപ്പോൾ എന്നിട്ടത് കളഞ്ഞ് 2-3 പ്രാവശ്യം കളഞ്ഞ് പിന്നെ ആ പൊടീനെ വെയിലത്തിട്ട് ഉണക്കും. അങ്ങനെ കുറച്ച് കഷ്ടപ്പാടുണ്ട് കൂവപ്പൊടി എടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒറിജിനൽ പൊടി കിട്ടും. കൂവയുടെ കിഴങ്ങ് മേടിച്ചിട്ട് നമ്മളങ്ങനെ ഇടിച്ച് പിഴിഞ്ഞെടുക്കണതാണ്. പൊടിയായിട്ട് കിട്ടുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ചിലവർ ചെയ്യത് പായസം പോലെ ഉണ്ടാക്കുന്നത്. ഇത്തിരി വെള്ളത്തിലിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കണ പാകത്തിൽ. ഇപ്പോൾ പഴമൊക്കെ അതിൽ മുറിച്ചിട്ട് നമ്മളിങ്ങനെ കട്ടായിട്ട് വിരകിയെടുക്കുമ്പോൾ അവരിത്തിരി ലൂസായിട്ട് പായസം പോലെയാണ് എടുക്കുക. അപ്പോൾ അതിൽ പഴമൊക്കെ മുറിച്ചിട്ട് അങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കാൻ പാകത്തിന്. നാളെ പിന്നെ ഗോതമ്പ് കഞ്ഞി പുഴുക്കൊക്കെയാണ് കഴിക്കുക. ഗോതമ്പ് ചോറ് കഴിക്കും, മോര് കറി ഉണ്ടാക്കിയിട്ട്. പിന്നെ ഇടിച്ചക്കയും മുതിരയും കൂടി പുഴുക്കുണ്ടാക്കും. നമുക്ക് നമ്മുടെ ഐഡിയയിൽ എങ്ങനെയാണ് തോന്നുന്നത്, നമുക്ക് എന്താണ് ഇഷ്ടം തോന്നുന്നത് അതേപോലെ ഉണ്ടാക്കുക കേട്ടോ. കൂവപ്പൊടി വെച്ചിട്ട് എപ്പോഴും നമ്മൾ വെച്ചിട്ട് പോവരുത്. അടുപ്പത്ത് വെച്ചാൽ അപ്പം തുടങ്ങി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് മറക്കണ്ട, അല്ലെങ്കിൽ കട്ടയും അടിയിൽ പിടിച്ച്. അപ്പം നമ്മുടെ കൂവപ്പൊടി തിളച്ചിട്ടുണ്ട്. തീ കുറച്ചിട്ടിട്ട് ഇങ്ങനെ വിരകിയെടുക്കുക കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. അത് ഒരു അരമുറി തേങ്ങയാണ്. ഇത് നല്ല വെളുത്തിട്ട് നമ്മൾ ഈ ചകിരിയൊന്നും പെടാതെ ചിരകിയെടുത്തതാണ്. ഇതിലിട്ട് കൊടുക്കുക.
നന്നായി ഇളക്കി കൊടുക്കുക. നല്ല കൂവപ്പൊടിയാണ് കേട്ടോ, കണ്ടു, കൂവപ്പൊടി നല്ല കൂവപ്പൊടിയാണിത്. നമ്മുടെ കൂവപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇടാം.